ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ 9th മന്ത് സ്കാനിങ്ങിൽ അന്ന് എടുത്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ്. കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 9th മന്ത് സ്കാനിങ്ങിന് പോകുന്ന അന്ന് എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിനും എക്സ്പെക്റ്റിംഗ് മോംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാണ്ട് എന്തൊക്കെ യൂസ്ഫുൾ ടിപ്സൊക്കെ വേണം അങ്ങനത്തെയൊക്കെ വീഡിയോ വേണമെങ്കിൽ പറയട്ടോ. പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ടൈം മോമിനെ സംബന്ധിച്ച് പ്രഗ്നൻസി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റഡിങ് ഫേസ് ആയിരിക്കും. അല്ല ഒരു 9 മന്ത്സ് ഫുൾ ഒരു സ്റ്റഡിങ് ഫേസ് ആയിരിക്കും. 40 വീക്സും ഓരോ കാര്യങ്ങളും പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഓരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അല്ല എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കായിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. ഞാൻ അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. പിന്നെ 9th മന്ത് സ്കാനിങ് എന്ന് പറഞ്ഞാൽ 36 വീക്സിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ 36 വീക്സായ അന്നാണ് എനിക്ക് സ്കാനിങ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അന്ന് ബ്ലഡ് ടെസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. സോ ഏർലി മോർണിംഗ് പോകണമായിരുന്നു. ഒരു 6:30 6:45 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 7 o'clock നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ പോണതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഈ ബാഗാണ് എപ്പോഴും കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ്സ്, അപ്പോൾ ഞാൻ സൗദിയിൽ വെച്ച് വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെ നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ, അതുകൊണ്ട് അത് കഴിക്കുന്നുണ്ടായി. പിന്നെ കാൽഷ്യം അതുപോലെ അയണിൻ്റെ ടാബ്ലറ്റൊക്കെ ഞാൻ ഓൾറെഡി കഴിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടറിന് ഇപ്പോൾ ഞാൻ പുതിയ കൺസൾട്ടേഷനാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ടായി. പിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും, എപ്പോഴും വെള്ളം കൈ കരുതുക, വെള്ളം എടുക്കുന്നുണ്ടായി. പിന്നെ എൻ്റെ ഫോൺ ചാർജ് എന്തോ കുറവാണ്, സോ ഞാൻ പവർ ബാങ്കും എടുക്കുന്നുണ്ടായി. പിന്നെ ഫയലിൽ നമുക്ക് ഇത്രയും നാൾ നമ്മൾ ചെയ്ത ബ്ലഡ് ടെസ്റ്റ്, ഇത്രയും നാളത്തെ സ്കാനിങ്, അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ ഒരു ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ഫയലും ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ലിപ് ബാമും കൂടെ എടുക്കുന്നുണ്ടായി. ഇത്രയാണ് ബേസിക്കലി ഞാൻ ബാഗിൽ ക്യാരി ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത്രയും ടെസ്റ്റാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ യൂറിൻ ഉണ്ട്, തൈറോയിഡിൻ്റെ ടെസ്റ്റ്, ICT, അങ്ങനെ കുറച്ചധികം ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഏർലി മോർണിംഗ് പോയിട്ടുണ്ടായിരുന്നത്. അത് വെള്ളം വരെയും കുടിക്കാതെയായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഫുഡും വെള്ളവും ഒന്നും കഴിക്കാതെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് 7 മണിക്ക്. ആൻഡ് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ കടലയും ഇടിയപ്പം ചായയും കുടിച്ചിട്ടുണ്ടായി. വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ ചായ കുടിക്കുന്നത്. ഇപ്പോൾ എല്ലാം വിത്തൗട്ട് ഷുഗറാണ്. ഷുഗർ അങ്ങനെ കഴിക്കണേ ഇല്ല, ഷുഗർ ഫുൾ സ്റ്റോപ്പാണ് കേട്ടോ. സോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും സ്കാനിങ്ങിൻ്റെ ടൈം ഉണ്ടായി 9 o'clock. അപ്പോൾ നമ്മൾ സ്കാനിങ്ങിന് പോയി അൾട്രാസൗണ്ട് 9th മന്തിൽ. അപ്പോൾ അത് ചെയ്യാനായിട്ടൊന്ന് സ്കാനിങ്ങൊക്കെ വെക്കുന്ന കഴിഞ്ഞു കേട്ടോ. സ്കാൻ വെക്കുന്ന കഴിഞ്ഞു, അതിൻ്റെ റിപ്പോർട്ടും അപ്പോൾ തന്നെ തന്നിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഡയറക്റ്റ് ഡോക്ടറിനെ കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒക്കെ റിസൾട്ടും രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഡോക്ടറിനെ കണ്ടു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ ഓൾറെഡി എനിക്കൊരു ഡയറ്റ് പറഞ്ഞു തന്നു. അപ്പോൾ ഡയറ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞിട്ട് ഇൻ പ്രഗ്നൻസി ജേർണിയിൽ എന്ന് പറഞ്ഞിട്ട് 33 വീക്സിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാട്ടോ. സോ ആ ഡയറ്റ് ഇച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യണം. പിന്നെ എക്സസൈസ് 9th മന്ത് കഴിഞ്ഞിട്ടാട്ടോ. നമ്മൾ 9th മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഫുൾ എക്സസൈസ് തുടങ്ങേണ്ടത്. അപ്പോൾ എനിക്ക് ചെയ്യേണ്ട എക്സസൈസ് സ്ക്വാറ്റിങ്, അതുപോലെ ബട്ടർഫ്ലൈ എക്സസൈസ്, പിന്നെ വോക്ക് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ അവിടെ നിർത്തി ഡോക്ടർ ചെയ്യിപ്പിച്ചു കേട്ടോ. ഡോക്ടറിൻ്റെ റൂമിൽ വെച്ചിട്ട് അതെല്ലാം ചെയ്യിപ്പിച്ചു. അതുപോലെ ബേബിയുടെ മൂവ്മെൻറ്റ്സ് പെർ ഡേ 15 കിക്സ് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പൊങ്ങി അനങ്ങുന്നതല്ല, കിക്ക് തന്നെ ഒരു 15 പ്രാവശ്യം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അതുപോലെ ഈ സ്കാനിങ് റൂം ഇങ്ങനെ ഫുൾ ഇരുട്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എൻ്റെ മുമ്പ് ഞാൻ സ്കാനിങ്ങിന് പോയ ഹോസ്പിറ്റലിലൊന്നും ഇങ്ങനെ ഇരുട്ടല്ലായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഓൾ അബൌട്ട് 9th മന്ത് സ്കാനിങ് ഡേയിലെ ഒരു വ്ളോഗ്. കുറച്ച് ക്ലിപ്സാണ് എടുത്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാ ഇനി ഞാനൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇടണമെന്ന് ഓർക്കേണ്ടത് 36-37 വീക്സിൽ. അപ്പോൾ അതൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു മെമ്പർ ആവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് അടിപൊളി വീഡിയോസ്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.